സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഈ സദസ്സിൽ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ മുഖദ്ദസായ അർവാഹുകളൊക്കെ പങ്കെടുക്കും. ഏതായാലും ഇവിടെ കുറേ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ, മുഅ്മിനീങ്ങളായ ആളുകൾ. ഇവരെ കൂടുതൽ ഔലിയാക്കന്മാരുണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ എല്ലാം പുറമെ നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത, അത് നമ്മളെ കണ്ണ് കാണാൻ പറ്റിയ നിരക്കുള്ള കണ്ണല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ കണ്ണിനൊരു പവിത്രത ഉണ്ട്. ആ പവിത്രത ഉണ്ടാക്കി തീർത്താൽ ആ കണ്ണുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയത് കാണാൻ പാടില്ല, അള്ളാഹു കറാഹത്താക്കിയത് കാണാൻ പാടില്ല, ഖിലാഫുൽ ഔലിയായി നിശ്ചയിച്ചത് കാണാൻ പാടില്ല. ഇതൊക്കെ കാണാത്ത ഒരു വിശുദ്ധമായ ഒരു കണ്ണാണ് നമ്മളെ കണ്ണു നിൽക്കുക. ആ നിലക്കുള്ള അവയവങ്ങളാണ് നമ്മളെ അവയവങ്ങൾ. ആ നിലക്കുള്ള ഒരു വിശുദ്ധി നമ്മളെ ഹൃദയത്തിന് ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഖദ്ദസായ അർവാഹുകളെ നമുക്ക് കാണാൻ കഴിയും. ലോകത്തുള്ള സർവ്വ മുഖദ്ദസായ അർവാഹുകൾ ഒരുമിച്ച് കൂടുന്ന അർവാഹുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ എനിക്ക് ഇത്ര വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല. അർവാഹുകളുടെ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ വിശുദ്ധ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ ആത്മാക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിൻ്റെ മലായികത്ത് പങ്കെടുക്കണം. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ ഒക്കെ ഈ സദസ്സിൽ നിറഞ്ഞിക്കണം. അപ്പോൾ അവര് അത് നമ്മൾ വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ലക്ഷ്യങ്ങൾ. അപ്പോ എന്തേ ഇവിടെ തന്നെയും മുഖദ്ദസായ അർവാഹുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് എന്നാണ്. ആലോചിക്കണം, ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളൊക്കെ കുനിയയിൽ വന്നു, അവിടെ നിൽക്കുകയാണ്, ഈ സദസ്സ് നിറയാണ് എന്നാണ്. എന്റെ റസൂലൊക്കെ ഇതില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പ്രത്യേകതയൊന്നും ഇല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞ വാചകം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, ഒരു മഖബറയിൽ ചെന്ന് നിന്നുകൊണ്ട് റസൂൽ പറഞ്ഞ വാചകം, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഒരു മഖബറയിൽ ചെന്ന് സലാം പറഞ്ഞിട്ട് തന്റെ സ്വഹാബത്തിനോട് റസൂൽ പറഞ്ഞ വാചകമാണ്, വദിത്തു അന്നാ റഅയ്നാ ഇഖ്വാനനാ. എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് കൊതിയായി പോയി, എനിക്ക് വല്ലാത്ത കൊതിയായി പോയി എന്റെ സഹോദരങ്ങളെ കാണാൻ എന്ന് റസൂൽ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അവലസ്നാ ഇഖ്വാനക യാ റസൂലുള്ളാഹി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളല്ലയോ അങ്ങയുടെ ഇഖ്വാനുകൾ? നബി എന്താ പറഞ്ഞത്? അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളാൻ. വഇഖ്വാനുന അല്ലദീന ലം യഅ്തു ബഅദ്, എന്റെ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ലോകത്ത് വരാത്ത മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്റെ കാലശേഷം വരുന്നവരാണ്. ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് എന്താ ചോദിച്ചത്? നബിയെ, കുനിയ സമ്മേളനത്തിൽ അവിടെ ഇതാ തങ്ങളുടെ സഹോദരങ്ങൾ വരുമ്പോൾ അവിടെ പോയി കാണാൻ പറ്റൂലേ എന്നാണോ ചോദിച്ചത്? ആണോ? സമസ്തയുടെ 100ാം വാർഷികം വരുന്നുണ്ട്, അവിടെ മുത്തുക്കോയത്തങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ അമ്പലക്കടവ് പൈസ ഉണ്ടാകും, അതുപോലെ മുക്കം പൈസ ഉണ്ടാകും, സർവ്വശജറകളും ഉണ്ടാകും. ആ രൂപത്തിൽ എല്ലാ ആളുകളും അവിടെ വരുമ്പോൾ അവിടെ പോയി കണ്ടൂടെ എന്നാണോ സഹാബത്ത് ചോദിക്കുന്നത്? അല്ല, നേരെ മറിച്ച് സഹാബത്ത് റസൂലുള്ളാഹിയുടെ വിവരണം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, എന്റെ സഹാബത്ത്, എന്റെ ഇഖ്വാനുകളായ ആളുകൾ, അവരെ കാണാൻ ദുനിയാവിൽ വെച്ച് കഴിയില്ലല്ലോ എന്ന വേദനയാണ് പ്രവാചകൻ പ്രകടിപ്പിക്കുന്നത്. അവരെ ആഖിറത്തിൽ വെച്ചല്ലേ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് താങ്കളുടെ ശേഷം വരുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയോ? അവർക്ക് ബാഡ്ജ് ഉണ്ടാവും. 100ാം വാർഷികത്തിന്റെ ബാഡ്ജ് അവർക്കുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ? ഒരിങ്ങനെ ഉസ്താദിന്റെ പ്രസംഗം കേട്ട് ആവേശത്തോടെ തക്ബീർ വിളിക്കും, നമുക്ക് മനസ്സിലാകൂലേ? ഇതാണോ റസൂൽ പറയുന്നത്? അല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അതേ അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ, അതേ ഉർറും മുഹജ്ജലത്തുൻ ബൈന ദഹ്രി ഖൈലിൻ ദുഹുമിൻ ബുഹുമിൻ അലാ യഅരിഫു ഖൈലഹു. അതേ കുറെ കുതിരകൾ ഇങ്ങനെ നിൽക്കുകയാണ്, ആ കറുത്ത കുതിരകൾക്കിടയിൽ കൈകാലുകൾ വെളുത്ത കുതിരകൾ നിന്നാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ എന്ന് ചോദിച്ച നേരത്ത് സഹാബത്ത് പറയാണ്, കുറെ കറുത്ത കുതിരകൾക്കിടയിൽ കൈകാലുകൾ വെളുത്ത കുതിരകൾ നിന്നാൽ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് സ്വഹാബത്ത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്, ആഖിറത്തിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ വരുന്ന നേരത്ത് വുളൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും അവർ വരിക. ആ സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങളെ, എന്റെ ഇഖ്വാനുകളെ ഞാൻ അങ്ങനെ തിരിച്ചറിയുമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് അറിയാത്ത വിവരം ആരാണ് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ആ റസൂൽ പറയാത്ത വിവരം എവിടുന്നാ കിട്ടുന്നത് എന്ന് മാത്രമല്ല, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബിയേക്കാൾ വലിയ മുഖദ്ദസായ അർവാഹിന്റെ ഉടമയുണ്ടോ? അർവാഹുൽ മുഖദ്ദസയായ ആരെങ്കിലും ഉണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ നേരമില്ലയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ നേരമില്ലയോ? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തുണ്ടായിരുന്ന ആളുകളില്ലയോ? മഹദി, അതേ റസൂലുള്ളാഹിന്റെ മകളായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവിടെ വെച്ചുകൊണ്ട് നിലവിളിച്ചില്ലയോ? കരഞ്ഞില്ലയോ? എന്തിനാ കരഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേർപെട്ട് പോകുന്നത് കൊണ്ടല്ലയോ? ആ റസൂലുള്ളാഹിയുടെ വേർപാട് കൊണ്ടല്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുപിരിയുന്ന വേദന കൊണ്ടല്ലയോ മഹദി കരഞ്ഞത്? ആ മഹദി കരഞ്ഞ സന്ദർഭത്തിൽ ഫഖദ് വദ്ദഅഹാ ബിലമ്മിഹാ ഇലൈഹി, തന്നിലേക്ക് ആ പ്രിയപ്പെട്ട മകളെ അടുപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം എന്താണ്? നീ ഭയപ്പെടണ്ട, ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരും, ചാവടിക്കാൻ വരും, തുറിനാൻ വരും, ഇവിടെ ഉണ്ടാവും, ആരോടെ പോണ്, ഞാനിവിടെ ഉണ്ട്. അങ്ങനെയാണോ സുഹൃത്തുക്കളെ പറഞ്ഞ റസൂൽ? കുനിയക്ക് വരുന്ന റസൂലിന് മദീനത്ത് നിന്ന് ഫാത്തിമ ബിബിയുടെ വീട്ടിൽ പോകാൻ പറ്റണില്ല. അല്ലെങ്കിൽ പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അവസ്ഥ എന്താ? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അവസ്ഥ എന്താ? ആലോചിച്ച് നോക്ക്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണ്? ഞാൻ എന്റെ ഭാര്യയോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ജീവിച്ചു. എത്രയാണ് അതിന്റെ കണക്കെന്ന് പോലും രേഖപ്പെടുത്തി. രണ്ടഭിപ്രായം വന്നു. സിത്തത്ത് അശ്ഹുർ, ഒന്നുകിൽ 6 മാസം
ഔ സലാസത്ത അശ്ഹുർ, അല്ലെങ്കിൽ 3 മാസം. രണ്ടഭിപ്രായമാണ് ആ വിഷയത്തിൽ ഉണ്ടായത്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്ന കാലയളവ് അല്ല ഏറ്റവും കൂടിയത് 6 മാസമാണെങ്കിൽ ആ 6 മാസം എന്റെ ഭാര്യയോടൊപ്പം ഞാൻ ജീവിച്ചിട്ട് അതെ അവൾ പിന്നെ ഒരിക്കലും ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫമാ റഅയ്തു അഹികാ ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പുന്നാര ഉപ്പ വഫാത്തായതിനു ശേഷം ഫാത്തിമ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ്. എന്തേ ചിരിക്കാതെ പോയത്? റസൂലിനെ കാണുന്നില്ല, ഉപ്പയെ കാണുന്നില്ല, അതാണ് വിഷയം. ഇനി മാത്രമല്ല അവിടെ അങ്ങോട്ടുള്ള എത്രയോ ആളുകൾ സഹാബത്ത് അല്ലേ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കാനുള്ള മരണകാരണം, ആ മരണകാരണം എന്താ പറഞ്ഞത്? ബിമൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ വഫാത്തായതിനു ശേഷം നീറി മരിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുനിയയിൽ വരുന്ന റസൂല് അബൂബക്കർ സിദ്ദീഖിനെ കാണാൻ പോയില്ലെന്നോ? എന്ത് വിടുത്ത പറഞ്ഞ. ഇനി അതല്ല, റസൂൽ വന്നാൽ കാണാൻ കഴിയുന്ന അത്ര വിശുദ്ധിയുള്ള കണ്ണ് അബൂബക്കറിനില്ലെന്നോ? റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബിബിക്കില്ലെന്നോ? ബിലാൽ മോദി നാട് വിട്ടുപോയി. എന്തേ റസൂൽ ഇല്ലാത്ത മദീനയിൽ ഞാൻ എങ്ങനെ? എന്റെ ബിലാൽ വന്ന് കാണാൻ റസൂലിന് പ്രയാസമുണ്ടോ? ഇനി റസൂൽ വന്നാൽ ബിലാലിന് ആ റസൂലിനെ കാണാൻ വിശുദ്ധമായി കണ്ണില്ലേ? എന്ത് വിഡിത്തമാ ഈ കാസർഗോഡ് വന്ന് പരസ്യമായി ഈ 10,000-കണക്കിന് മനുഷ്യരുടെ ഈമാൻ തുലക്കാൻ ഉസ്താദെ പ്രസംഗിച്ചു വിടുന്നത്. ആലോചിച്ച് നോക്കണം. വഹാബികളെ നിങ്ങൾ തെറി പറഞ്ഞോ, ചീത്ത വിളിച്ചോ, ബഹിഷ്കരിക്കണോ, ഞങ്ങൾക്ക് ഒരു ചുക്കില്ല. പക്ഷേ ഈ 1000-കണക്കിന് മനുഷ്യർ പല മഹല്ലത്തിൽ നിന്നും വന്നിട്ട് ചില ആളുകൾ ഏക്കർ കണക്കിന് ഭൂമി കൊടുക്കുകയാണ്, ഉസ്താദെ കൊണ്ടുപോയിക്കോ. വേറെ കുറെ ആളുകൾ ഇതാ കോടിക്കണക്കിന് രൂപ കൊടുക്കുകയാണ്. പക്ഷേ പകരം നിങ്ങൾ കൊടുക്കണെന്താ? നിങ്ങളെ ചിന്തിച്ചാൽ മതി. ആ മുത്തക്കുകളായ നല്ല മനുഷ്യർ അള്ളാനെ പേടിച്ച് കൊടുക്കുന്നതാണ്. പക്ഷെ പകരം അവർക്ക് നിങ്ങൾ കൊടുത്തത് ഈ പറയുന്ന ഏറ്റവും വൈകൃതം നിറഞ്ഞ വിശ്വാസമാണ്, ആഖിറം നഷ്ടപ്പെടുന്ന വിശ്വാസമാണ്. നിങ്ങൾ അവരെ പുറകോട്ട് വലിക്കുകയാണ്. ഈമാനിൽ നിന്ന് കുഫ്റിലേക്ക്, യഥാർത്ഥമായി ഇസ്ലാമിൽ നിന്ന് ഇസ്ലാം വിരുദ്ധമായ വിശ്വാസത്തിലേക്ക് അമ്പിയാക്കൾ നടത്തുന്ന സമൂഹത്തെ പുറകോട്ട് വലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അല്ലാഹുവിന്റെ തൗഫീഖ് ഒരു ബാധ്യതയാണ്. നമ്മൾ ആ ബാധ്യത കൃത്യമായി നിർവഹിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, പണിയെടുത്തവർ, തൗഹീദിന്റെ മാർഗ്ഗത്തിൽ അടരാടുന്നവർ, അല്ലാഹുവിനെ സ്വീകരിക്കണം റബ്ബേ. നിന്റെ ദീൻ അതിന്റെ യഥാർത്ഥമായ വശത്തിൽ ഉൾക്കൊണ്ട് അത് കൃത്യമായി പരിപാലിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ നിലക്കും ഈമാനോടെ ജീവിച്ച് തൗഹീദിൽ ഉറച്ചു നിന്ന് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് അനുഗ്രഹിക്കണേ റഹ്മാനെ. സമയം പൂർത്തിയായതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്.